അടുത്തതായിട്ട് ഫോഴ്സ് ഹിയർ, മൂവ്മെൻറ്റ് ദർ എന്ന ടോപ്പിക്കിലെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് ചോദിക്കുകയാണ്, ക്യാൻ ഫോഴ്സ് അപ്ലൈഡ് ഇൻ വൺ പ്ലേസ് ബി മെയ്ഡ് അവൈലബിൾ ഇൻ അനദർ പ്ലേസ് ടു മേക്ക് മൂവ്മെൻറ്റ് പോസിബിൾ? ആർ ദർ എനി ഇൻസ്ട്രുമെൻറ്റ്സ് വർക്കിംഗ് ഇൻ ദിസ് വേ? എന്താണ് ചോദിച്ചത്? ഒരു സ്ഥലത്ത് അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് കാരണം മറ്റൊരു സ്ഥലത്ത് മൂവ്മെൻറ്റ് നടക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടോ എന്നാണ് ചോദിച്ചത്. അപ്പം യെസ്, ഒരു സ്ഥലത്ത് ഫോഴ്സ് അപ്ലൈ ചെയ്താൽ വേറൊരു സ്ഥലത്ത് നമുക്ക് മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റും. ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ് ഉണ്ട്. യെസ്, ദി ഫോഴ്സ് അപ്ലൈഡ് ഇൻ വൺ പ്ലേസ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ടു അനദർ പ്ലേസ് ടു പ്രൊഡ്യൂസ് മൂവ്മെൻറ്റ്. Instrument and machines such as bicycle, sewing machine, gears, belt, chain and axles ഒക്കെ ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. വേർ ഫോഴ്സ് ഫ്രം വൺ പാർട്ട് ഈസ് ക്യാരിഡ് ടു അനദർ പാർട്ട് ടു ക്രിയേറ്റ് മൂവ്മെൻറ്റ്. അപ്പോൾ ഒരു പാർട്ടിൽ നിന്നുള്ള ഫോഴ്സ് മറ്റൊരു പാർട്ടിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ടാണ് ആ പാർട്ടിൽ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത്. പറയാണ്, ലെറ്റ്സ് ചെക്ക് ദി മൂവ്മെൻറ്റ് ഓഫ് ബൈസിക്കിൾ വിച്ച് ആർ ദി പാർട്ട് ഓഫ് എ സൈക്കിൾ. ഡിസ്കസ്. അപ്പോൾ നമുക്ക് ബൈസിക്കിളിൻ്റെ മൂവ്മെൻറ്റ് നോക്കാം എന്നാണ് പറയുന്നത്. ഒരു സൈക്കിളിൻ്റെ പാർട്ട് ഏതൊക്കെയാണ്? വൈൽ സൈക്ലിംഗ് വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ദാറ്റ് ഒക്കർ ഇൻ ദി ഫോളോയിങ് പാർട്ട്. അപ്പോൾ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് സൈക്കിളിൻ്റെ പാർട്ട് നോക്കാം. ഏതൊക്കെയാണ്? പെഡലുണ്ട്, ബിഗ് ഗിയർ ഉണ്ട്, സ്മോൾ ഗിയർ ഉണ്ട്, ചെയിന്, വീല്, ഇതൊക്കെ സൈക്കിളിൻ്റെ പാർട്ടാണ്. വൈൽ സൈക്ലിംഗ്, നമ്മൾ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് വിച്ച് ആർ ദി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഷൻ ദാറ്റ് ഒക്കർ ഇൻ ദി ഫോളോയിങ് പാർട്ട്. അപ്പോൾ താഴെയുള്ള പാർട്ടിൽ ഏതൊക്കെ മോഷൻസ് ആണ് ഉണ്ടാകുന്നത് എന്നാണ് പറയാൻ പറയുന്നത്. പെഡലിലാണെന്നുണ്ടെങ്കിൽ സർക്കുലാർ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. ബിഗ് ഗിയർ, അതായത് ഫ്രണ്ടിലുള്ള ഗിയറിലാണെന്നുണ്ടെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. സ്മോൾ ഗിയറിൽ എന്തുണ്ടാവും? റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. ചെയിനിൽ എന്തുണ്ടാവും? ലീനിയർ മോഷൻ ഉണ്ടാവും. വീൽസിൽ റൊട്ടേഷണൽ മോഷനും വീൽസിൽ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. വീൽസിൽ റൊട്ടേഷണൽ മോഷൻ ഉണ്ടാകുന്ന സമയത്ത് സൈക്കിളിൽ എന്തുണ്ടാവും? ലീനിയർ മോഷൻ ഉണ്ടാവും. അപ്പോൾ പെഡലിലാണെങ്കിലും ഗിയറിലാണെങ്കിലും സ്മോൾ ഗിയറിലാണെങ്കിലും ബിഗ് ഗിയറിലാണെങ്കിലും വീൽസിലാണെങ്കിലും ഒക്കെ എന്തുണ്ടാവും? റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവും. അടുത്തത്, വിച്ച് പാർട്ട് ഈസ് മൂവ്ഡ് ബൈ ദി ഫോഴ്സ് അപ്ലൈഡ് ഓൺ ദി പെഡൽ. പെഡലിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏത് പാർട്ടാണ് മൂവ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ദി ബിഗ് ഗിയർ ഈസ് മൂവ്ഡ് ഫസ്റ്റ്, അതായത് ബിഗ് ഗിയർ ആണ് ഫസ്റ്റിൽ മൂവ് ചെയ്യുക. അടുത്തത്, ഹൗ ഡസ് ദീസ് മൂവ് ദി വീൽസ് ആൻഡ് ദി ബൈസിക്കിൾ. എങ്ങനെയാണ് ഇത് വീൽസിനെയും അതുപോലെ തന്നെ ബൈസിക്കിൾസിനെയും മൂവ് ചെയ്യിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചത്. വെൻ വി പ്രസ് ദി പെഡൽ, നമ്മൾ പെഡൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ബിഗ് ഗിയർ റൊട്ടേറ്റ് ചെയ്യും. ദി റൊട്ടേറ്റിംഗ് ബിഗ് ഗിയർ മൂവ് ദി ചെയിൻ. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ബിഗ് ഗിയർ കാരണം എന്ത് മൂവ് ചെയ്യും? ചെയിൻ മൂവ് ചെയ്യും. ചെയിൻ റൊട്ടേറ്റ്സ് ദി സ്മോൾ ഗിയർ. ചെയിൻ എന്ത് ചെയ്യും? സ്മോൾ ഗിയറിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. സ്മോൾ ഗിയർ റൊട്ടേറ്റ് ദി റിയർ വിയർ. സ്മോൾ ഗിയർ എന്ത് ചെയ്യും? റിയർ വീലിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ദി റൊട്ടേറ്റിംഗ് റിയർ വീൽ മൂവ് ദി ബൈസിക്കിൾ ഫോർവേഡ്. അപ്പം ആ റൊട്ടേറ്റ് ചെയ്യുന്ന റിയർ വീൽ എന്ത് ചെയ്യും? ബൈസിക്കിളിനെ മുന്നോട്ടേക്ക് മൂവ് ചെയ്യിപ്പിക്കും. ഇനി അടുത്തത് ആക്ടിവിറ്റി വിത്ത് ലിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 4 ലിഡ്സ് തന്നിട്ടുണ്ട്. ഈ 4 ലിഡ്സിൽ സിയും എയും ഒരേ സൈസാണ്. പിന്നെ ബി എന്ന് പറഞ്ഞാൽ ബിഗ്ഗർ ലിഡാണ്. ഡി എന്ന് പറഞ്ഞാൽ സി ലിഡിനേക്കാളും ചെറിയ ലിഡാണ്. അപ്പം എക്കും സിക്കും ഒരേ സൈസാണ്. ബി എന്ന് പറഞ്ഞാൽ സിനേക്കാളും വലുതാണ്. ഡി എന്ന് പറഞ്ഞാൽ സിനേക്കാളും ചെറുതാണ്. അപ്പം സി എന്ത് ചെയ്യും? സിയും എയും ഒരേ സൈസ് ആയതുകൊണ്ട് തന്നെ അത് സി ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എയും ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ഈ സിനേക്കാളും വലുതായതുകൊണ്ട് സി ഒരു പ്രാവശ്യം, ഇപ്പോൾ സി 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബി ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഇനി ഡി എന്ന് പറഞ്ഞാൽ സിനേക്കാളും ചെറുതായതുകൊണ്ട് സി ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി എന്ത് ചെയ്യും? 2 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യും. ഇനി നമ്മൾ ചോദിക്കുകയാണ്, വിച്ച് ഈസ് ഫാസ്റ്റർ വിച്ച് ഈസ് സ്ലോ. അപ്പം നിങ്ങൾക്കറിയാം ഫാസ്റ്റ് ആയിട്ടുള്ളത് ഡി ആണ്. കാരണം എന്താണ്? ഡി എന്ന് പറഞ്ഞാൽ സിനേക്കാളും ചെറുതാണ്. സ്ലോ ആയിട്ടുള്ളത് ഏതാണ്? ബി ആണ്. കാരണം ബി സിനേക്കാളും വലുതാണ്. ഇനി അടുത്തത്, ഈസ് ദർ എനി ഡിഫറൻസ് ഇൻ സ്പീഡ് വെൻ സെയിം സൈസ്ഡ് ലിഡ്സ് റൊട്ടേറ്റ്. അതായത് സെയിം സൈസുള്ള ലിഡ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോ ഡിഫറൻസ് ഇല്ല. ബോത്ത് റൊട്ടേറ്റ് അറ്റ് സെയിം സ്പീഡ്. രണ്ടും റൊട്ടേറ്റ് ചെയ്യുന്നത് സെയിം സ്പീഡിലാണ്. അപ്പോൾ ബിഗ്ഗർ വീലാണെന്നുണ്ടെങ്കിൽ
സ്പീഡ് കുറയും. സ്മോളർ വീലാണെന്നുണ്ടെങ്കിൽ സ്പീഡ് കൂടും. സെയിം സൈസ് വീലാണെന്നുണ്ടെങ്കിൽ സെയിം സ്പീഡാവും ഉണ്ടാകുന്നത്. ഇനി നമുക്കൊരു ഗിയർ സിസ്റ്റത്തിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട്. ചോദിക്കുകയാണ് നമ്മളോട് വിച്ച് സിസ്റ്റം ഡിക്രീസസ് സ്പീഡ്. ഏത് സിസ്റ്റത്തിലാണ് സ്പീഡ് കുറവുള്ളത്? പിക്ചർ എയിലാണ്. കാരണം സ്മോൾ വീൽ ഡ്രൈവിംഗ് ബിഗ് വീൽ. സ്മോൾ വീൽ ഉപയോഗിച്ചിട്ട് വലിയ വീല് കറങ്ങുകയാണ്. അതുകൊണ്ട് പിക്ചർ എയിലാണ് സ്പീഡ് കുറവുണ്ടാവുക. വിച്ച് സിസ്റ്റം ഇൻക്രീസസ് സ്പീഡ്. സ്പീഡ് കൂടുതലുണ്ടാവുന്നത് ഏതാണ്? പിക്ചർ ബിയിലാണ്. കാരണം എന്താണ്? ബിഗ് വീൽ ഡ്രൈവിംഗ് സ്മോൾ വീൽ. ബിഗ് വീൽ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? സ്മോൾ വീലിനെ കറക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിക്ചർ ബിയിൽ എന്താണ്? സ്പീഡ് കൂടും. ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കാണ് നോക്കുന്നത്. ലെറ്റ്സ് അസസ് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ആർ ട്രൂ, കറക്റ്റ് ദി റോങ് വൺ. അപ്പം ഏത് സ്റ്റേറ്റ്മെൻറ്റാണ് ട്രൂ ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഇനി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ കറക്റ്റ് ചെയ്യാനാണ് പറയുന്നത്. ഫോഴ്സ് മസ്റ്റ് ബി അപ്ലൈഡ് ടു ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ദി സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ്. അത് ട്രൂ ആണോ ഫാൾസ് ആണോ? അത് ട്രൂ ആണ് അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് കൂട്ടാനോ അല്ലെങ്കിൽ കുറക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ഫോഴ്സ് നിർബന്ധമാണ്. അടുത്തത് ഗിയേഴ്സ് ആർ യൂസ്ഡ് ഓൺലി ടു ഇൻക്രീസ് സ്പീഡ്. ഗിയേഴ്സ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അതെന്താണ്? തെറ്റാണ് അല്ലേ. ഗിയേഴ്സ് ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ആസ് വെൽ ആസ് ഡിക്രീസ് സ്പീഡ്. സ്പീഡ് കൂട്ടാനും ഉപയോഗിക്കും, സ്പീഡ് കുറക്കാനും ഉപയോഗിക്കും. ആൾ ഒബ്ജക്റ്റ് ഓൺ ദി എർത്ത് ദാറ്റ് ആർ അസ്യൂംഡ് ടു ബി അറ്റ് റെസ്റ്റ് ആർ മൂവിങ് അലോങ് വിത്ത് ദി എർത്ത്. അപ്പം നമ്മളോട് പറയാണ് ഈ എർത്തിലുള്ള ഒബ്ജക്റ്റ്, എല്ലാ ഒബ്ജക്റ്റും, വീട്, കിണർ, മരം, ഇതൊക്കെ എർത്ത് മൂവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് മൂവ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് ട്രൂ ആണ്. ദി ടേണിംഗ് ഓഫ് ദി ഹാൻഡ് ഓഫ് ദി ക്ലോക്ക് ഈസ് ലീനിയർ മോഷൻ. അതായത് ഒരു ക്ലോക്കിലുള്ള സൂചി കറങ്ങുന്നത് ലീനിയർ മോഷനിലാണ് എന്നാണ് പറയുന്നത്. അല്ല, അത് റോങ് ആണ്. അത് സർക്കുലർ മോഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ മോഷനിലാണ് കറങ്ങുന്നത്. അടുത്തത് എക്സാമിൻ ദി ഗിവൺ മൂവ്മെൻറ്റ്സ്. ഈസ് ദർ എ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ് എമംഗ് ദീസ്? വൈ? ഏതൊക്കെയാണ്? മോഷൻ ഓഫ് എ സ്വിങ്, മോഷൻ ഓഫ് എ ക്രാഡിൽ, മോഷൻ ഓഫ് പെൻഡുലം ഓഫ് എ ക്ലോക്ക്, മോഷൻ ഓഫ് ദി പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക്. അപ്പം ഇതിന് ആൻസർ എന്താണ്? യെസ്, അതെ. ദി പ്രോങ്സ് ഓഫ് ട്യൂണിംഗ് ഫോർക്ക് ഷോ എ ഡിഫറെൻറ്റ് മോഷൻ. കാരണം എന്താണ്? സ്വിങ്ങും ക്രാഡിലും പെൻഡുലും ഒക്കെ ഓസിലേറ്ററി മോഷനാണ് കാണിക്കുക. പക്ഷേ പ്രോങ്സ് ഓഫ് എ ട്യൂണിംഗ് ഫോർക്ക് എന്താണ് കാണിക്കുക? വൈബ്രേറ്ററി മോഷനാണ് കാണിക്കുക. അടുത്തത് എ സ്ട്രൈറ്റ് ലൈൻ ഈസ് ഡ്രോൺ യൂസിങ് എ സ്കെയിൽ. വിച്ച് മോഷൻ ഈസ് സിമിലർ ടു ദി മോഷൻ ഓഫ് ദി പെൻ അറ്റ് ദാറ്റ് ടൈം. നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുകയാണ് ഒരു സ്കെയിൽ വെച്ചിട്ട്. വിച്ച് മോഷൻ ഈസ് സിമിലർ ടു ദി മോഷൻ ഓഫ് ദി പെൻ അറ്റ് ദാറ്റ് ടൈം. അപ്പം ഈ ഒരു ടൈമിൽ പെന്നിൻ്റെ മോഷനോട് സാമ്യമുള്ള ഏത് മോഷനാണെന്നാണ് ചോദിക്കുന്നത്. ലീനിയർ മോഷനാണ് അല്ലേ പെന്നിലുള്ളത്. അപ്പോൾ നമ്മൾക്കൊരു ലിഫ്റ്റിൻ്റെ മൂവ്മെൻറ്റ് പറയാം. മൂവ്മെൻറ്റ് ഓഫ് എ ലിഫ്റ്റ് ഈസ് സിമിലർ ടു ദി മൂവ്മെൻറ്റ് ഓഫ് ദാറ്റ് പെൻ അല്ലേ. അപ്പം ലീനിയർ മോഷനാണ് അവിടെ ഉള്ളത്, ലിഫ്റ്റിലാണെങ്കിലും പെന്നിലാണെങ്കിലും. ഓക്കെ അല്ലേ?